our channel Aish Arjun. So welcome to our new vlog. അപ്പോൾ നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഇന്ന് എൻ്റെ അർജുൻ്റെയും കൂടെ നമുക്കിവിടെ അച്ഛനും അമ്മയുണ്ട്. അച്ഛതാ ഫ്രണ്ട്ലി ഇരിക്കുന്ന അച്ഛാ. അപ്പൊ അർജുനാണ് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ആക്ച്വലി ഇന്നലെ എത്തിയിട്ടോ, അമ്മ അച്ഛൻ ഇന്നലെ എത്തി. ഇന്നലെ ഈവനിങ് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങള് വീട്ടിലൊക്കെ കൂടി ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് നമ്മൾ ഇന്നിപ്പോ രാവിലെ അമ്പലത്തിൽ പോവാണ്. വൈക്കം അല്ലേ, വൈക്കം ശിവക്ഷേത്രത്തിലേക്ക് പോവാണ് വൈക്കത്തപ്പനെ കാണാനായിട്ട്. അപ്പൊ അമ്മ എന്തിനാ കൊച്ചിയിൽ വന്നത്? എന്തായിരുന്നു കൊച്ചിയിൽ വരാനുള്ള കാരണം? എനിക്കൊരു ബൊട്ടീക്കുണ്ട്, അതിന്റെ ആവശ്യത്തിനായിട്ട് ബാംഗ്ലൂര്, തമിഴ്നാട് എല്ലാം പോയിട്ട് തിരിച്ച് എറണാകുളത്ത് ഇറങ്ങി. അപ്പൊ ഞങ്ങളെ കാണാനല്ലേ വന്നേ? അപ്പൊ അമ്മ പറഞ്ഞ പോലെ തന്നെ അമ്മ ബൊട്ടീക്ക്, പത്മാസ് ബൊട്ടീക്ക്, അമ്മയുടെ പേര് പത്മ എന്നാണ്. അപ്പൊ പത്മാസ് ബൊട്ടീക്ക് എന്ന് പറഞ്ഞിട്ട് അമ്മ കുറെ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലേക്ക് സ്റ്റോക്ക് ഒക്കെ 2019 തുടങ്ങിയതാണ്. 2019 തുടങ്ങിയതാണ്. അപ്പൊ ഓൺലൈനായിട്ടാണ് നമ്മുടെ എല്ലാം നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് കളക്ഷൻ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. ഇതേ ഞാനിപ്പോ ഇട്ടിരിക്കുന്ന തന്നെ കേട്ടോ. അയ്യോ, അമ്മ പറയുമ്പോഴേ ഞാൻ ഓർത്തത്, ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ഈ ടോപ്പ് ഇന്നലെ അമ്മ എടുത്താണ് ലേറ്റസ്റ്റ് കളക്ഷൻ ചെയ്യുന്നത്. നല്ല ഫുൾ സ്ലീവ് ആയിട്ട് നമുക്ക് സ്ലീവിന്റെ അവിടെയും ചെറിയ വർക്ക് വന്നിട്ട് ഈ യോക്ക് ഏരിയയിലും വർക്കായിട്ട് ഫ്രീ ഫ്ലോയിങ് ആയിട്ട് കിടക്കുന്ന ഒരു ടോപ്പാണ്. ഫ്രോക്ക് മോഡലായിട്ട് നമുക്ക് ഇടാം. അതുപോലെ നമുക്ക് ലെഗിങ്സോ അങ്ങനെ എന്തെങ്കിലും കൂടെ പെയർ ചെയ്യാം പാൻസിന്റെ കൂടെയൊക്കെ. അപ്പൊ ഈ ഒരു ടോപ്പ് ഞാൻ ഫുൾ ആയിട്ട് കാണിക്കാം. അപ്പൊ ഞങ്ങളിപ്പോ അമ്പലത്തിൽ പോവാണ്. അപ്പൊ അമ്മ പറഞ്ഞ പോലെ തന്നെ ഈ ഇതിലേക്കുള്ള സ്റ്റോക്ക് റിന്യൂ ചെയ്യാനായിട്ട് അമ്മ ബാംഗ്ലൂര്, അതുപോലെ തന്നെ തമിഴ്നാട്, പിന്നെ കൊച്ചിയിലേക്കുമായിട്ട് അതിനൊക്കെ വേണ്ടി വന്നതാണ്. അപ്പൊ പുതിയ കളക്ഷനൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാനായിട്ട് അച്ഛനും അമ്മയും കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നലെ വന്ന് നമ്മളിങ്ങനെ വീട്ടിലൊക്കെ കൂടി ഇന്നിപ്പോ അമ്പലത്തിൽ പോകുന്നു. പിന്നെന്താ ഇത് കഴിഞ്ഞ എന്താ പരിപാടി? എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ നമുക്കത് കഴിഞ്ഞ്? കുറച്ച് വേറെ എന്തോന്ന് പ്ലാൻ ഒന്നുമില്ല. മെട്രോയിലൊക്കെ കയറണമെന്നുണ്ട്. അതെ, മെട്രോയിലൊക്കെ ഒന്ന് കയറി നോക്കണമെന്നുണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ ഇന്ന് തന്നെ തിരിച്ചു പോകുന്നാണ് പറയണത്. തിരിച്ചു പോകണം. അതെ, ഞാൻ അർജുനും കുറെ പറഞ്ഞു നമുക്ക് ഇവിടെ 2-3 ദിവസമൊക്കെ നിന്നിട്ട് പോകാം. പക്ഷെ നമ്മുടെ അമ്പലത്തിൽ ഉത്സവമാണ് അല്ലെ, അടുത്ത ആഴ്ച ഉത്സവമാണ്. അപ്പൊ അതിന്റെ തിരക്കാണ്. അച്ഛാ എന്താ പറയാനുള്ളത്? കൊച്ചിക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അതെ, ഇന്നലെ അച്ഛനും അമ്മയൊക്കെ ജസ്റ്റ് ബ്രോഡ്വേയിലൊക്കെ ഒന്ന് പോയി കറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അർജുട്ട ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അർജുട്ട ഹായ് പറ. അപ്പോ അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മള് വൈക്കത്ത് എത്തിയിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ തലേന്ന് അവർ വന്ന ദിവസം രാത്രി ഞാൻ കുറച്ച് സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ റോസ്റ്റ്, അവിയൽ, അതുപോലെ ഫിഷ് കറി, ഫിഷ് ഫ്രൈ, സാലഡ് എല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ നമുക്ക് സ്പെഷ്യലായിട്ട് ഫിഷ് പിക്കിളെല്ലാം, മീനച്ചാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും ഇതിൽ വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന കവാടമാണ് അമ്പലത്തിലോട്ടുള്ള എൻട്രി. അപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. കേറാം. അമ്മ ഫസ്റ്റ് ടൈം അല്ലേ വൈക്കത്ത് അമ്പലത്തില്? കൊച്ചുനാള് തൊട്ട് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആദ്യമായിട്ടാണ്. കണ്ടപ്പോ തന്നെ നല്ലൊരു അന്തരീക്ഷം. അതെ, അപ്പൊ നമ്മള് വേഗം വൈക്കത്തപ്പനെ ശിവനെ കാണാനായിട്ട് പോവാണ്. ഇതാണ് അമ്പലത്തിന്റെ കോമ്പൗണ്ട് വരുന്നത് കേട്ടോ. വന്നിട്ടുള്ളവർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. സർവ ഐശ്വര്യത്തിന് ലക്ഷാർച്ചന, സർവ ഐശ്വര്യത്തിന്.
അപ്പൊ നമുക്ക് ഇവിടെ പ്രസാദമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ബസ്മത്തിന്റെ തന്നെ. അതെ, തിടപ്പള്ളിയിൽ നിന്ന് എടുക്കുന്ന, തിടപ്പള്ളിയിൽ ഭഗവാന് വെക്കുന്ന ഇത് കൂട്ടുണ്ടല്ലോ, അതിന്റെ അടുപ്പിൽ നിന്ന് എടുക്കുന്ന ഭസ്മമാണ് ചാമ്പൽ എന്ന് പറയും നമ്മള്. അതാണ് ഇവിടുത്തെ പ്രസാദമായിട്ട് നമുക്ക് തരുന്നത്. അതെ, നമുക്ക് ചന്ദനോ അല്ലെങ്കിൽ നോർമലായിട്ട് കിട്ടുന്ന ഭസ്മോ അങ്ങനെയല്ല, പക്ഷെ നമുക്ക് അടുപ്പിൽ നിന്ന് എടുക്കുന്ന അല്ലേ. അതെ അതെ, ശിവന്റെ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. യെസ്. അച്ഛ, വൈക്കത്ത് വന്നിട്ട് എന്താണ്, ശിവന്റെ അമ്പലത്തിൽ വന്നിട്ട് എന്താ പറയാനുള്ളത്? ഉറക്കം പറ. വന്നിട്ട് നല്ല ഒരു ഭക്തി അന്തരീക്ഷമുള്ള ക്ഷേത്രം. ആദ്യമായിട്ടാണ് വരുന്നത് ശിവനെ കാണാൻ. അതെ, വൈക്കത്തപ്പനാണ് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നല്ല അമ്പലം അല്ലേ, നല്ല പഴയ രീതിയിലുള്ള കോമ്പൗണ്ട് ഒക്കെ കണ്ടോ, ഒരുപാടുണ്ട് കോമ്പൗണ്ട് ഒക്കെ. നമ്മളിപ്പോ ഒരു അർച്ചനയ്ക്ക് കൊടുക്കാനായിട്ട് പോയി, അർജുനും അമ്മയും കൂടി പോയി. ഞങ്ങൾ അങ്ങനെ നിന്നപ്പോൾ എടുത്താണ് ഒരു ഷോട്ട്. ഇനിയിപ്പോ നമുക്ക് അടുത്ത പ്ലാൻ എന്താ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമ്മളൊന്നും കഴിച്ചില്ല രാവിലെ തൊട്ട്. നല്ല വിശപ്പുണ്ടല്ലേ? എനിക്ക് നല്ല വിശപ്പുണ്ട്. നമ്മൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കാണാം. അപ്പം നമ്മളിതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറി. നമ്മൾ ദോശ, 3 പേരും ദോശയാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. അമ്മ മാത്രമാണ് പൂരി മസാല ഓർഡർ ചെയ്തത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇത് എവിടെയാണ്? അന്നപൂർണ്ണ അല്ലേ? അതെ, നമ്മൾ വൈക്കത്തുനിന്ന് കുറച്ചുകൂട്ട് വന്നോണ്ട് അടുത്തൊന്നും കടകളിൽ കണ്ടില്ല, നമ്മൾ കിട്ടിയില്ല. അന്നപൂർണ്ണയിലാണ് കയറിയിട്ടുള്ളത്. നമ്മൾ കഴിച്ചിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് കുറച്ച് ഷോപ്പിങ്ങിനായിട്ടൊക്കെ പോയി. അപ്പോൾ ഷോപ്പിങ്ങിൻ്റെ സമയത്തൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കുറച്ച് തിരക്കായിരുന്നു. കാരണം അച്ഛനും അമ്മയ്ക്ക് ഇന്ന് തന്നെ റിട്ടേൺ പോകണം. അപ്പോൾ അതിൻ്റെ തിരക്കായതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോയും വ്ളോഗിങ് ഒന്നും ചെയ്തില്ല. അപ്പോൾ അതിനുശേഷം ലഞ്ച് ടൈം ആയപ്പോൾ ഞങ്ങൾ കള്ള് ഷാപ്പിൽ പോയിട്ട് ലഞ്ച് കഴിക്കാനുള്ള പ്ലാൻ ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണ്. ഒരു ഫേമസ് ആയിട്ടുള്ള സ്പോട്ടാണ്. എവിടെയാണ് ചേട്ടാ നമ്മളിപ്പോൾ ഉള്ളത്? ഉറക്ക് പറയൂ, കേൾക്കണുണ്ടോന്ന്? അതെ, വയ്യാട്ടോ. അർജുന് കോൾഡും ത്രോട്ട് പെയിനൊക്കെ ആയിട്ട് വയ്യാണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് മുല്ലപ്പന്തൽ കള്ളുഷാപ്പിലാണ്, മുല്ലപ്പന്തൽ ടൊടി ഷോപ്പിലാണ്. അപ്പോൾ നമ്മളിവിടെ മുന്നേ വന്നിട്ടുണ്ട്, ഞാൻ അർജുന് മുന്നേ വന്നിട്ടുണ്ട് ഒരിക്കൽ. അപ്പോൾ അമ്മയും അച്ഛനും വന്നിട്ടില്ല. അമ്മ ഇൻഫാക്ട് ഫസ്റ്റ് ടൈമാണ് കള്ള് ഷാപ്പിൽ കയറുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് വെറൈറ്റി മീൻസ് കള്ള് ഷാപ്പിൽ നമ്മുടെ നാടൻ ടൈപ്പ് ഡിഷസ് ആണല്ലോ, അപ്പോൾ അതൊക്കെ കഴിക്കാൻ കൊതിയായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഇവിടെ കരിമീൻ പൊള്ളിച്ചത്, കപ്പ, പ്രോൺസ്, ഞണ്ട്, പുട്ട് എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതെന്താ, ബീഫാണോ? ബീഫൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബീഫ് അർജുന മാത്രമേ കഴിക്കുള്ളൂ, അമ്മയും അച്ഛനും ഞാനൊന്നും കഴിക്കില്ല. അപ്പം ഞങ്ങൾ അതാണ് നമ്മൾ ഇന്നത്തെ ലഞ്ച്. കുറച്ചിപ്പോൾ സമയം ഡിലേ ആയി, 3 മണിയായി. പക്ഷേ 3 മണി സമയത്ത് നല്ല തിരക്കാണ് ഇവിടെ. അത്യാവശ്യം ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്, നല്ല റഷാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫുഡ് കള്ള് ഷാപ്പിലാക്കി നമ്മൾ കഴിക്കാൻ പോവാണ്. അത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ലഞ്ച് വിശേഷം. നമ്മൾ ഫുഡ് ഐറ്റംസ് എല്ലാം തീർത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, ഞാനും അച്ഛനും അർജുനും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അമ്മ എങ്ങനെയുണ്ട് ഫസ്റ്റ് ടൈം കള്ള് ഷാപ്പിൽ വന്നിട്ട്? നല്ല ഫുഡായിരുന്നു, നല്ല ഏറ്റവും നല്ല ഫുഡ്. ഞണ്ട് കറി, നല്ല ഞണ്ട് കറി. തിരുവനന്തപുരത്തുകാരാണ് നമ്മൾ, പക്ഷേ ഇവിടുത്തെ ഞണ്ട് കറിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ മുല്ലപ്പന്തൽ വരാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വന്ന് വിസിറ്റ് ചെയ്യുക. അങ്ങനെ അടിപൊളി ഫുഡാണ്. ഞണ്ടായാലും പ്രോൺസ് ആയാലും, അതുപോലെ ഇത് വറ്റയല്ലേ, വറ്റ, മീൻകറി, ബീഫ് എല്ലാം അടിപൊളിയായിരുന്നു. അതെ അതെ, കരിമീൻ ബെസ്റ്റാണ്, അടിപൊളിയായിരുന്നു. വാഴയില പൊരിച്ചതല്ല, നല്ല അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പോൾ അത്രയ്ക്കായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഡേ വ്ളോഗിന്റെ വിശേഷങ്ങൾ. അപ്പോൾ അമ്മയും അച്ഛനും കൂടി ആദ്യമായിട്ട് കൊച്ചിയിൽ വന്നപ്പോൾ ഒരു ദിവസം നമ്മളോട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഡേ ഞാൻ പറഞ്ഞു 2 ദിവസമൊക്കെ നിന്നിട്ട് പോവാം, നമുക്കൊന്ന് കൊച്ചിക്ക് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെ പോവാം. പക്ഷെ പോയിട്ട് നമുക്ക് ധൃതി ഉണ്ടല്ലോ, അമ്മ അടുത്ത ആഴ്ച ഉത്സവമായതുകൊണ്ട്. അതെ, അപ്പം അതുകൊണ്ട് ഒരു പോവാണ്. അപ്പോൾ അതേ അമ്മ സാരിയൊക്കെ മാറി ചുരിദാറൊക്കെ ഇട്ടിട്ടുണ്ട്. യെസ്, അപ്പോൾ നമ്മൾ ഓൺ ദ വേ ആണ്, തിരിച്ച് യാത്രയാക്കാണ്. അപ്പം അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ ട്രെയിന് 5:30ക്കാണ്, അപ്പോഴത്തേക്ക് സ്പീഡിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അമ്മ എന്ന് വരും വീണ്ടും? നിങ്ങൾ അങ്ങോട്ട് വന്നിട്ട് തിരിച്ചു ഞങ്ങളിങ്ങോട്ട്. അച്ഛാ ഇനി എന്താ വെച്ചാ നമുക്ക് ഇനി നിങ്ങൾ
ഞങ്ങൾ അങ്ങ് വന്നിട്ട് തിരിച്ച് നിങ്ങളെ കൂടെ. ഓക്കെ അച്ഛാ, ഓക്കെ. അപ്പൊ ബൈ ബൈ. ടാറ്റാ. അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഈ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുന്നവരും അതുപോലെ നമ്മുടെ വ്ളോഗ് കാണുന്നവരും പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു ഇത്രയും നേരം വ്ളോഗ് കണ്ടതിന് എല്ലാവർക്കും. സോ ബൈ, അണ്ടിൽ നെക്സ്റ്റ് ടൈം. അർജുന ഡ്രൈവ് ചെയ്യുന്നു. യെസ്.